السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى جميع الأنبياء والمرسلين أما بعد. പ്രിയപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ, മഹത്തുക്കളായ നമ്മുടെ പണ്ഡിതന്മാരുടെ പേരിൽ അവർ പറയാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞു എന്ന് വരുത്തി തീർക്കുക എന്നതാണ് വ്യാജന്മാരുടെ ഹോബിയും പ്രവർത്തനങ്ങളും. ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ ശൈത്വാൻ വരുമെന്ന് പറഞ്ഞു എന്ന രൂപത്തിൽ ഉസ്താദിന്റെ പേരിൽ പച്ചയായ രൂപത്തിലുള്ള കളവുകളാണ് ഷെയ്ഖ് എന്ന് പറയപ്പെടുന്ന ആളും മുരീദുമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖുമാരിൽപ്പെട്ട വലിയ ആൾ എന്ന് പറയപ്പെടുന്ന ആള് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. ഇപ്പൊ ഒരുത്തൻ തലക്കെട്ടും കെട്ടി വേള് പറയാ അള്ളാന്റെ റസൂലിന്റെ കോലത്തിലും ചെയ്താൻ വരും. ഈ രൂപത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദ് സംസാരിച്ചതായിട്ട് ഒരു ക്ലിപ്പ് ഈ സമയം വരെ കുരുവട്ടൂരികൾക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആണായി പിറന്ന കുരുവട്ടൂരികൾ ഉണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ പിശാചു വരും എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞത് തെളിയിക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കാണ്. നമ്മുടെ നൗഷാദ് മൗലവി എല്ലാ സ്ഥലത്തും പറയുന്നത് ഒരേ വിഷയമാണ്. കളവ് അങ്ങനെ പറഞ്ഞ് സ്ഥിരീകരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഈ അടുത്ത് കാവനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് ഈ കുരുവട്ടൂരികൾ ഒരു പ്രഭാഷണം നടത്തി ഒരു നാടകം കളിക്കുകയുണ്ടായി. ആ നാടകത്തിന്റെ ഒരു ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. കാവനൂരിൽ വന്നിട്ട് സ്വാദിഖ് സഖാഫിന്റെ വിഷയത്തിൽ തീരുമാനം പറയുന്നു പറഞ്ഞാൽ വന്ന് ഒരു വഹാബി വാദമാണ് ഉന്നയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ പിശാച് വരും. ഇങ്ങനെ പേരോട് ഉസ്താദ് പറഞ്ഞു എന്നാണ് നൗഷാദ് പറയുന്നത്. എന്നാൽ പേരോട് ഉസ്താദ് എന്താണ് കാവനൂരിൽ വന്ന് പറഞ്ഞത് എന്ന് നാം എല്ലാവരും കേട്ടതാണ്. ആ ക്ലിപ്പ് നൗഷാദ് തന്നെ ഇടുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി കാവനൂര് വന്ന് പേരോട് സഖാഫി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടോ. വെക്ക്. തങ്ങളുടെ രൂപത്തിൽ ഒരിക്കലും ശൈത്താന് വരാൻ സാധ്യമല്ല. അത് ഖണ്ഡിതമായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ്. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ ഒരിക്കലും ശൈത്വാനിന് വരാൻ സാധ്യമല്ല. ഇത് കാവനൂരിൽ പറഞ്ഞതാണ്. എന്നിട്ട് പറയാണ് കാവനൂരിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ ശൈത്വാൻ വരുമെന്ന് പേരോട് ഉസ്താദ് പറഞ്ഞു എന്ന് ഉസ്താദിന്റെ പേരിൽ പച്ചയായ കളവ് ഈ വ്യാജന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ രൂപത്തിൽ ശൈത്താൻ വരില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എന്നാൽ അത് ഏതാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നതിനെ സംബന്ധിച്ച് സഹീഹ് ബുഖാരിയിൽ തന്നെ ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരിയായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നതിനെ സംബന്ധിച്ചാണ് എന്നാണ് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. ആ അഭിപ്രായമല്ലാത്ത വേറെ അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. അത് കണ്ടിട്ടില്ല എന്നാരും വിചാരിക്കരുത്. അത് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇമാം ബുഖാരി തന്നെ രേഖപ്പെടുത്തി. അത് സഹീഹായ സനദ് കൊണ്ടുവന്നതാണ്. ഇബ്നു ഹദീർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഈ പറഞ്ഞതിന് ഇമാം ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ ശൈത്വാൻ വരില്ല, എന്റെ രൂപത്തിൽ പിശാച് വരില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു സിരീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ആ വിശദീകരണവും പേരോട് ഉസ്താദ് പറഞ്ഞപ്പോ അതിനൊന്നായിട്ട് ഒന്ന് കോട്ടിമാറ്റാനുള്ള ശ്രമം ഈ കുരുവട്ടൂരി വ്യാജൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കോട്ടിമാറ്റം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ പിശാച് വരില്ല എന്ന് പറഞ്ഞിടത്ത് തന്നെ ബുഖാരിയിൽ അള്ളാന്റെ റസൂലിന്റെ നമ്മൾ മനസ്സിലാക്കിയ നേരായ രൂപത്തിൽ വരില്ല എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഇമാം ഇബ്നു സിരീൻ പറഞ്ഞതായി ബുഖാരിയിലുണ്ട്. ആളുകളെ പറഞ്ഞു പറ്റിക്കുകയാണ്. ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വ്യാജന്മാരായ ത്രിമൂർത്തികളാണ്. ദജ്ജാലൂന കദ്ദാബൂൻ, അന്ത്യനാളിൽ കള്ളത്തരം പറയുന്നവര് വരും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കുരുവട്ടൂരികൾ. അത് ഇവിടെ മാത്രമല്ല, പല സ്ഥലത്തും അയാൾ പറഞ്ഞ കള്ളത്തരമാണത്. എന്ത്? ബുഖാരിയുടെ ഹദീസിൽ പിശാചിന് ഞാനുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഹദീസിനെ ഇയാൾ പറയാണ്. അഥവാ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഏതാണോ രൂപം ആ രൂപത്തിൽ വരാൻ കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഇബ്നു സിരീൻ പറഞ്ഞിട്ടുണ്ട്. പേരോട് ഉസ്താദ് ഇബ്നു സിരീൻ തങ്ങളുടെ പേരിലും ഇമാം ബുഖാരി തങ്ങളുടെ പേരിലും കളവ് പറഞ്ഞു എന്ന് കാവനൂരിൽ വന്നിട്ട് മുമ്പിലിരിക്കുന്ന കുഞ്ഞാടുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലാണ് ഇവിടെ നൗഷാദ് സംസാരിച്ചത്. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. സ്വഹീഹുൽ ബുഖാരിയിലെ 10-ാമത്തെ അധ്യായം അതിൽ 6993 ഹദീസ്. ആ ഹദീസിന്റെ അവസാനം ഖാല ഇബ്നു സിരീന ഇദാ റആഹു ഫീ സൂറത്തിഹി,
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന ആ ഹദീസ് അതിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇദാ റആഹു ഫീ സൂറത്തിഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ രൂപം. ഇതാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. ഈ പറഞ്ഞതിനെ ജനങ്ങളുടെ ഇടയിലിട്ടിട്ട് കോട്ടിമാറ്റി തെറ്റിദ്ധാരണ ഉണ്ടാക്കി പേരോട് ഉസ്താദിനെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയാക്കിയിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഈ വ്യാജന്മാർ നടത്തുന്നത്. ഇനി ഇതിനൊരു വിശദീകരണമായിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ പേരോട് ഉസ്താദിന്റെ ക്ലിപ്പ് നൗഷാദ് വേറെ ഇടുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കേൾക്കുക. അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി കേട്ടോളൂ, വ്യക്തത ഉണ്ടാവും. മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു സ്വപ്ന വ്യാഖ്യാനം പറയുന്നതിൽ ഏറ്റവും പ്രഗൽഭനായ മഹാനാണ്. ആ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു അടുക്കൽ ചിലർ വന്നിട്ട് പറയും, ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു എന്ന് പറയും. മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു, എന്താണ് നീ കണ്ട വ്യക്തിയുടെ വിശേഷണങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ സിഫത്തുകളെ സംബന്ധിച്ച് നിന്നെ എന്തെല്ലാം സിഫത്തുകളാണ് കണ്ടത് എന്ന് ചോദിക്കും. അപ്പൊ റസൂലുള്ളാഹിന്റെ സിഫത്തുകളെ അയാൾക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു, നീ കണ്ടിട്ടില്ല, കണ്ടത് നബിയല്ല. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും കണ്ടുവന്ന് പറയുമ്പോഴേ അയാൾ വലിയ മഹാനാണ് എന്നൊന്നും വിചാരിക്കാൻ പാടില്ല. എന്താണ് ഈ പ്രസംഗത്തിൽ പേരോട് ഉസ്താദ് പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇബ്നു സിരീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസ്ഫുകളെ കുറിച്ച് ചോദിക്കും, എങ്ങനെയാണ് കണ്ടത്? അങ്ങനെ മുത്തുനബി തങ്ങളുടെ പ്രത്യേകതകളും വസ്ഫുകളൊന്നും ഈ കണ്ട ആൾക്ക് പറയാൻ കിട്ടുന്നില്ല എങ്കിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല എന്ന് ഇബ്നു സിരീൻ തങ്ങൾ പറയും എന്നാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. ഇബ്നു സിരീൻ തങ്ങൾ വലിയ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. മൂപ്പരെടുത്ത് ഒരാൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് വന്നാൽ ചോദിക്കും, എങ്ങനെയാ മോനെ കണ്ടത്? അപ്പൊ നമ്മളൊക്കെ ചോദിക്കുമല്ലോ, എങ്ങനെയാ കണ്ടത്? അപ്പൊ നമ്മൾ പഠിച്ചറിഞ്ഞ രൂപത്തിൽ അല്ലെങ്കിൽ പറയും, നീ കണ്ടത് നബിയല്ല, അത് ഇയാളെ വകയാണ്. ബുഖാരിയിൽ അങ്ങനെയല്ല. പച്ചയായ കള്ളത്തരം പറഞ്ഞത് അത് തന്നെ കാമനൂരിൽ വന്ന് ആവർത്തിച്ചു. ബുഖാരിയിൽ അങ്ങനെ ഉണ്ട് എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞതായിട്ട് തെളിയിച്ചാൽ നൗഷാദ് ഉള്ളം കൈ എന്ന് രോമം പറിച്ചു തരും. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് കാബനൂരിൽ നിന്ന് പ്രസംഗിച്ചത് ബുഖാരിയിലുള്ളതാണ്. അത് 6993 ഹദീസിന്റെ വിശദീകരണമായിട്ട് അവിടെ കൊടുത്തതായിട്ട് ഞാൻ കാണിച്ചു. ഇപ്പോൾ പേരോട് ഉസ്താദിന്റെ ക്ലിപ്പ് ഇട്ടത് അത് കാബനൂരത്തെ പ്രഭാഷണവും അല്ല, ഉസ്താദ് വേറെ എവിടെയോ പ്രസംഗിച്ച പ്രഭാഷണമാണത്. എന്നിട്ട് പറയാം ബുഖാരിയിൽ അതില്ല. ഇത് ബുഖാരിയിൽ ഉണ്ട് എന്ന് ആരാണോടോ എന്നോട് പറഞ്ഞത്? പച്ചയായ കളവാണ് നൗഷാദ് നാട് നീളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞ വിഷയം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഈ ഹദീസിന്റെ വിശദീകരണമായിട്ട് ഫതുഹുൽ ബാരിയിൽ വളരെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഒന്ന് അതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കളവുകൾ ഈ വ്യാജന്മാർ പ്രചരിപ്പിക്കുന്നത്. പേരോട് ഉസ്താദ് എന്താണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ കേട്ട ആ കളറിലോ അല്ലെങ്കിൽ കേട്ടതുപോലെയോ അല്ലാത്ത ചില രൂപങ്ങളിൽ നബി തങ്ങളെ കണ്ടു എന്ന് വരാം. അങ്ങനെ വന്നതിനെ സംബന്ധിച്ച് ഇമാമിങ്ങൾ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അതും അല്ല നമ്മൾ ഈ പറയുന്ന വിഷയം. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ബോധ്യപ്പെടാത്ത വിധത്തിലുള്ള ഒരാള്, നബിയാണോ അല്ലേ എന്ന് ഉറപ്പിച്ച് പറയാൻ യാതൊരു വകുപ്പില്ല. അങ്ങനത്തെ ആ ഒരാളെ ശരീരത്തിന്റെ രൂപത്തിൽ വന്നിട്ട് ഞാൻ നബിയാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയുമ്പോഴേക്ക് അത് ശൈത്താനാവൂല, നബിയങ്ങൾ തന്നെയാണെന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞതിനെ ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു വളരെ ശക്തമായി ഗണ്ണിക്കുന്നുണ്ട്. എന്താണ് പേരോട് ഉസ്താദ് പറഞ്ഞത്? ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു. അത് മഹാന്മാരായ പണ്ഡിതന്മാർ പല രൂപങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തെ കുറിച്ചല്ല പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രത്യേകതയും ഇല്ല. നബി തങ്ങളാണ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നുമില്ല കാണുന്ന ആൾക്ക്. എന്നിട്ട് പറയാണ് ഞാൻ റസൂലുള്ളാഹിയാണ്, ഞാൻ നബിയാണ്, നീ നാളെ മുതൽ നിസ്കരിക്കേണ്ടതില്ല, നീ സ്വർഗത്തിലാണ് എന്ന് വന്ന് പറഞ്ഞാൽ അത് തള്ളിക്കളയണം, അത് ശൈത്താനിൽ നിന്നാവാം എന്നാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ രൂപമല്ല. അതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് രൂപത്തിൽ നബി തങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും വരാത്തൊരു രൂപം. ആ രൂപത്തിൽ വന്നിട്ട് ഏതെങ്കിലും ഒരാളുടെ രൂപത്തിൽ വന്നിട്ട് പറയാണ് ഞാൻ നബിയാണ് എന്ന് പറഞ്ഞാൽ അത് തള്ളണം. ഇനി നൗഷാദ് തന്നെ പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രത്യേകതയും ഇല്ലാതെ സ്വപ്നത്തിൽ വന്നാൽ സ്വീകരിക്കണമെന്ന് ആരാ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് നൗഷാദ് തന്നെ പറയുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ കേട്ടു നോക്കി. നമ്മളെ വഹദായിട്ട് അയാൾ പുതിയതും ഉണ്ടാക്കി. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫുൾ വിശേഷണങ്ങൾ കാണുന്നില്ല, ചിലതുമില്ല, മനസ്സിൽ ബോധ്യപ്പെടുന്നില്ല.
വെറുതെ ആരോ ഒരാൾ അള്ളാന്റെ റസൂലാന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയപ്പെട്ടു, എന്നാൽ തന്നെ റസൂലാന്ന് ഉറപ്പിക്കണം. അതാരവിടെ പറഞ്ഞ് കണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണം ഒന്നുമില്ല. ആരോ ഒരാൾ വന്നിട്ട് അന റസൂലുള്ളാ എന്നോ അതല്ലെങ്കിൽ അത് റസൂലുള്ളയാണ് എന്നോ പറഞ്ഞാൽ വിശ്വസിക്കണമെന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിക്കാണ്. എന്നിട്ട് പേരോട് ഉസ്താദ് ഇങ്ങനെ പറയുമ്പോൾ ഉസ്താദിനെ വഹാബിയാക്കാനും സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താക്കാനും ഈ വ്യാജന്മാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പച്ചയായ കളവുകളാണ്. ഇനി നമ്മുടെ കേരളത്തിൽ പ്രധാനപ്പെട്ട 3 സംഘടനകളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, AP വിഭാഗവും EK വിഭാഗവും, അതുപോലെ സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയും. ഇപ്പൊ പേരോട് ഉസ്താദ് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടു. ഇനി പേരോട് ഉസ്താദ് പറഞ്ഞ അതേ വിഷയം സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി ആകുന്ന നജീബ് മൗലവി ഉസ്താദ് പറയുന്നതും കൂടെ നിങ്ങൾ കേട്ടു നോക്കി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നൗഷാദ് നടത്തുന്നത് വെറും കാപ്പറ്റ്യമാണ്, വ്യക്തിഹത്യയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഇനി സ്വപ്നക്കാരും ഇങ്ങനെ വരും, ഓരോരോ തരം സ്വപ്നം. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇത് എവിടെയാണ് കുറെ ധാരണ പിശകുകൾ. കഴിഞ്ഞലൊക്കെ നുസ്രത്ത് റസൂലുള്ളാഹി തങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള നബിദിന പതിപ്പായിരുന്നു. ഈ കഴിഞ്ഞല്ല അതിന്റെ മുമ്പത്തെ റബീഉൽ അവ്വലിന്റെ ലക്കം. ആ റബീഉൽ അവ്വലിന്റെ ലക്കത്തിലെ ചോദ്യോത്തരത്തിൽ കാണാം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വപ്നം കാണുക സ്വാലിഹ്യങ്ങൾക്ക് മാത്രമുള്ളതാണോ എന്ന്. അല്ല, ഫാസിക്കുകളും നബിതങ്ങളെ സ്വപ്നം കാണും എന്ന് ഈ തർക്കം വിവാദമൊക്കെ ഉണ്ടാകുന്നതിന്റെ മുമ്പ് പറയുന്നത്. ഇത് നബിദിന പതിപ്പിൽ കാണാം അള്ളാഹുവിന്റെ റസൂലിന്റെ ദുർനടപ്പുകാരും ഫാസിക്കുകളും സ്വപ്നം കാണും എന്ന് കാണാം. അബൂജഹലിന് കാണാം റസൂലുള്ളാഹിന്റെ സ്വപ്നം. അബൂജഹലിനെ അള്ളാഹിന്റെ റസൂൽ അബൂജഹലിനോട് വന്നിട്ട് അബൂജഹൽ കണ്ടാ പിന്നെ നബിനെ കണ്ടാ നബി തന്നെയാണ്. കാരണം അബൂജഹൽ നബിനെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ കണ്ടവർ നബിയുടെ രൂപത്തിൽ വന്നാൽ അബൂജഹൽ ശരിക്കും നബിനെ അറിയുന്ന ആളായതുകൊണ്ട് അബൂജഹൽ നബിനെ കണ്ടാൽ ശരിയായ നബിനെ അല്ലെങ്കിൽ മനസ്സിലാക്കാം. അത് നബി പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരുത്തൻ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ കണ്ടവനാണ്, ഹക്കായി തന്നെ സ്വപ്നത്തിലായിട്ട് മോശം. അത് നമുക്ക് വാടകല്ല, നമ്മൾ ആരും നബിനെ കണ്ടിട്ടില്ലല്ലോ. കാരണം നമ്മൾ അള്ളാഹിന്റെ റസൂൽ എങ്ങനെയാണെന്ന് അറിയില്ല, വായിച്ച വിവരം മാത്രമേ നമുക്കുള്ളൂ. തങ്ങളുടെ രൂപം നമ്മളെ മനസ്സിലില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നമ്മളെ കണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തങ്ങളെ കണ്ടു നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. തങ്ങളുടെ രൂപം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. തങ്ങൾക്കൊരു ഫോട്ടോ ഇല്ല, അതുമില്ലല്ലോ. ആരും വരച്ചിട്ടുള്ള ഫോട്ടോ ഇല്ല. പണ്ട് ഏതോ അഹ്ലി കിതാബുകൾ എടുത്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അഹ്ലി കിതാബുകൾ ശേഖരിച്ചു വരുന്ന അമ്പിയാക്കന്മാരിൽ നിന്ന് പതിഞ്ഞു കിട്ടിയെന്തോ. അത് ചിലപ്പോൾ അമ്പിയാക്കന്മാർ കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും ലിഖിതമായ അള്ളാഹുവിൽ നൽകപ്പെട്ടിരിക്കുന്ന രേഖകളാകാം. പക്ഷെ നമ്മളെ ഉമ്മത്ത് ഇതിനെ കണ്ടിട്ടില്ലല്ലോ, ഈ കാണുന്ന 10 ഉമ്മത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങളെ ഇന്ന് നമ്മൾ കാണുന്ന അർത്ഥത്തിൽ കണ്ടാൽ തന്നെ തങ്ങളെ കണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റൂല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് പിശാചിന് വന്ന് പറയാം ഞാൻ നബിയാണ്. നബിന്റെ രൂപം സ്വീകരിക്കാൻ പിശാചിന് കഴിയില്ല. ഏത് രൂപം? സാക്ഷാൽ രൂപം. പക്ഷെ നബിന്റെ സാക്ഷാൽ രൂപം നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ കാണുന്ന രൂപം പ്രാപിക്കാൻ പിശാചിന് പറ്റും. കാണാത്ത പൊട്ടന്മാരെ പറ്റിക്കാൻ പിശാച് നല്ലോണം മെനക്കെടും. അതിന് സ്വപ്നത്തിന് നല്ല മാർക്ക്. അതായത് കുരുവട്ടൂരികളെ പറ്റിക്കാൻ ശൈത്വാനിക്ക് നല്ലോണം കഴിയുമെന്നാണ് നജീബ് മൗലവി ഇവിടെ പറയുന്നത്. പേരോട് ഉസ്താദ് പറഞ്ഞ അതേ വിഷയമാണ് നജീബ് മൗലവിയും പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ആളുകൾ സ്വഹാബത്താണ്, നബി തങ്ങളെ നേരിൽ കണ്ട ആളുകളാണ്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ വിഷയങ്ങളും പഠിച്ച് നബി തങ്ങളുടെ രൂപങ്ങളും എല്ലാം പഠിച്ച ആളുകൾ, നമ്മെ പോലെയുള്ള സാധാരണക്കാർ കണ്ടാൽ അത് ഉറപ്പിക്കാൻ പറ്റില്ല. എത്ര കൃത്യമാണ്. നാളെ വണ്ടൂരിലേക്ക് നൗഷാദ് വണ്ടി കയറണം, എന്നിട്ട് അവിടെ പോയി പ്രസംഗിക്കണം നജീബ് മൗലവി വഹാബിസത്തിലേക്ക്. നജീബ് മൗലവി പറയുന്ന ആശയം വഹാബിസമാണ് എന്ന് പരസ്യമായി വണ്ടൂരിൽ ചെന്നിട്ട് പറയാൻ നൗഷാദിനെ താങ്ങുന്ന കുരുവട്ടൂരികൾക്കോ ധൈര്യമുണ്ടോ? അടുത്തത് EK വിഭാഗം സമസ്തയിലെ ഒരു പ്രഭാഷകന്റെ പ്രഭാഷണം കേട്ടു നോക്കി നിങ്ങൾ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണാനുള്ള ഭാഗ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, ആരാണോ എന്നെ സ്വപ്നത്തിൽ കാണുന്നത് അവർ എന്നെ തന്നെയാണ് കാണുന്നത്. ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ഫീ സൂറതി ലാ യതകവ്വനുനി ലാ യതമസ്സലു ബി ശൈത്വാൻ എന്നൊക്കെ വാക്കുകളുണ്ട് ഹദീസിൽ. എന്റെ യഥാർത്ഥ രൂപത്തിൽ പിശാചിന് വരാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ സ്വപ്നം കാണുന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണ്, ഒരു അഭിലാഷമാണ്, മുഅ്മിനിന്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടൊരു സൗഭാഗ്യമാണ്. ഹബീബിനെ സ്വപ്നം മനസ്സുകൊണ്ട് കൊതിച്ചോളൂ, ആഗ്രഹിച്ചോളൂ, ദുആ ചെയ്തോളൂ, സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിന് ചില കാര്യങ്ങൾ ഉണർത്തേണ്ടതുണ്ട്. ഒന്നാമത്തേത് തങ്ങളുടെ രൂപം എങ്ങനെയായിരുന്നു എന്ന് വായിക്കണം, പഠിക്കണം. തങ്ങൾ എങ്ങനെയായിരുന്നു പഠി. ഏതെങ്കിലും ഒരു കറുത്തൊരു മനുഷ്യനെ കണ്ടു, ഇത് നബിയാന്ന് പറഞ്ഞു, അത് നബിയല്ല. എന്തേ? തങ്ങൾ കറുത്തിട്ടായിരുന്നില്ല. കുറിയ ഒരു മനുഷ്യനെ കണ്ടു, നല്ല താടിയൊക്കെ ഉണ്ട്, തലപ്പാവുണ്ട്, ഹൈറ്റ് വളരെ കുറവാണ്, അല്ലെ ഒരുപാട് ഹൈറ്റ് ഉള്ള ആളാണ്, നബിയാന്ന് പറഞ്ഞു, അത് നബി തങ്ങളല്ല. തങ്ങളുടെ രൂപമേതാ ആ രൂപത്തിൽ കണ്ടാൽ നബിയാണ്, അതേതിനർത്ഥുള്ളൂ. സമ്മാട്ടിലേക്ക് വണ്ടി കയറിയിട്ട് ദാറുൽ ഹുദയുടെ മുമ്പിൽ പോയി നൗഷാദിനെ പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ? സിംസാറുൽ ഹഖ് ഹുദവി വഹാബിസത്തിലേക്ക് പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്ന വിഷയത്തിൽ EK വിഭാഗത്തിനിക്ക് വഹാബിസം പിടിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഒരു വട്ടൂരികളെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അടുത്തതും കൂടെ നിങ്ങൾ കേൾക്കുക. വലിയ മഹാഭാഗ്യം തന്നെയാണ്.
നബി തങ്ങൾ പറഞ്ഞത് ആരെങ്കിലും എന്നെ സ്വപ്നം കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടിരിക്കുന്നത്, എൻ്റെ രൂപത്തിൽ പിശാച് വരികയില്ല, പ്രത്യക്ഷപ്പെടുകയില്ല എന്നാണ്. അഥവാ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ രൂപത്തിൽ, യഥാർത്ഥമായ രൂപത്തിൽ പിശാച് പ്രത്യക്ഷപ്പെടുകയില്ല. ആ യഥാർത്ഥമായ രൂപം നമുക്ക് എങ്ങനെ മനസ്സിലാകും? അത് ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപം എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. നബി തങ്ങളുടെ മുടിയുടെ വിശേഷണങ്ങൾ, അവിടുത്തെ മുഖത്തിന്റെ വിശേഷണങ്ങൾ, ശരീരത്തിന്റെ വിശേഷണങ്ങളൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെയധികം സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ അതേ രൂപത്തിലാണ് ഒരാൾ കാണുന്നതെങ്കിൽ ഉറപ്പാണ് അവൻ കണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. നേരെ മറിച്ച് ഒരാൾ അവനക്കറിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ രൂപത്തിലാണ് നബി തങ്ങളെ കണ്ടത്, ഉദാഹരണം പറയും, ഒരാൾ നരേന്ദ്രമോദിയുടെ രൂപത്തിലാണ് അള്ളാഹിന്റെ റസൂലിനെ കണ്ടത് എങ്കിൽ അത് അള്ളാഹിന്റെ റസൂലാണ് എന്ന് ഒരിക്കലും ഈ ഹദീസിന് അർത്ഥമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എൻ്റെ ഹഖീഖിയായ, എൻ്റെ യഥാർത്ഥ രൂപത്തിൽ ആരെങ്കിലും എന്നെ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടിരിക്കുന്നത് എന്നാണ്. അഥവാ പിശാചിന് രൂപം പ്രാപിക്കാൻ കഴിയാത്തത് റസൂലുള്ളാഹി തങ്ങളുടെ യഥാർത്ഥ രൂപമാണ്. പിശാചിന് വേറൊരു രൂപത്തിൽ വന്നിട്ട് ഞാൻ റസൂലാണ് എന്ന് പറയുന്നതിന് വിരോധമില്ല, അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ആദ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രഭാഷകരെല്ലാം ഇപ്പോൾ പേരോട് ഉസ്താദ് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇവരും പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ രൂപത്തിൽ ശൈത്താൻ വരില്ല എന്ന് പറഞ്ഞ ആ ഹദീസ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ രൂപമാണ്. അപ്പൊ ഇനി ചെമ്മാട്ടിലേക്കും വണ്ടൂരിലേക്കും പട്ടിക്കാട്ടിലേക്കും വണ്ടി കയറട്ടെ, എന്നിട്ട് ഇവർക്കെതിരെ നൗഷാദും സംസാരിക്കട്ടെ. കാരണം നൗഷാദിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് വ്യക്തമായ കാപ്പട്യമാണ്. ചുരുക്കി പറഞ്ഞാൽ പേരോട് ഉസ്താദ് പറഞ്ഞത് എന്താണോ അതേ വിഷയം തന്നെയാണ് ഈ പറഞ്ഞ ഉസ്താദുമാരും പറഞ്ഞത്. ഇതിൽ നൗഷാദിന്റെ വ്യക്തിഹത്യ വളരെ വ്യക്തമാണ്. പേരോട് ഉസ്താദിനെ വളഞ്ഞ് ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഈ ത്രിമൂർത്തികൾ പരിപാടികളൊക്കെ നടത്തുന്നത്. എന്നിട്ട് പേരോട് ഉസ്താദ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ ശൈത്താൻ വരുമെന്ന് ഷെയ്ഖ് അടക്കം പച്ചയായ കളവാ പറയുന്നത്. പേരോട് ഉസ്താദ് അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരും പറഞ്ഞിട്ട് ഇപ്പൊ നരേന്ദ്രമോദിയുടെ രൂപത്തിൽ വന്നിട്ട് പറയുകയാണെങ്കിൽ റസൂലുള്ളയാണ്, അല്ലെങ്കിൽ അന റസൂലുള്ള എന്നൊക്കെ പറയാം. അത് കുരുവട്ടൂരികൾ എടുത്തു എന്ന് പറഞ്ഞാലോ അത് റസൂലായി പോയി. എന്നാൽ നരേന്ദ്രമോദിയുടെ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരൂല. ഇത് പേരോട് ഉസ്താദ് പറയുമ്പോൾ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തും, ബാക്കിയുള്ള ആൾക്കാർ പറയുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ അകത്തും, ഇത് രണ്ടാളെ ഞാൻ കാണിച്ചു തന്നത്. ഇന്ന് നൗഷാദ് വലിയ രൂപത്തിൽ പുകഴ്ത്തി പറയുന്ന ഈ കെ വിഭാഗം സമസ്ത, മഹാനായ ശംസുൽ ഉലമയുടെ ആശീർവാദം കിട്ടിയെന്ന് നൗഷാദ് പറയുന്ന സമസ്ത, ആ സമസ്തയിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്ന ആളുകളുടെ വയല ഞാൻ കേൾപ്പിച്ചത്. അവരും പേരോട് ഉസ്താദ് പറയുന്ന വിഷയമാണ് പറയുന്നത്. അവര് പറയുമ്പോൾ സുന്നിസവും പേരോട് ഉസ്താദ് പറയുമ്പോൾ വഹാബിസവും ലോജിക്ക് നമുക്ക് മനസ്സിലാകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.